യെസ്, അപ്പൊ നമുക്ക് കയ്യൊപ്പില്ലാത്ത സന്ദേശം എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്നും അതിന്റെ ആശയം, അതുപോലെ തന്നെ അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള 4 മാർക്ക് 8 മാർക്ക് എല്ലാ ചോദ്യങ്ങളും നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരൊറ്റ വീഡിയോയിൽ കൂടെ പഠിക്കണം. അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മക്കൾ മറന്നു പോകരുത്. അപ്പൊ എന്തായാലും നമുക്ക് എസ്സേ വരുന്ന ഒരു പാഠമാണ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആണ് ഇത് മാധ്യമം എന്ന് പറയുന്ന യൂണിറ്റ്. അതിൽ നിന്നും ഇന്നത്തെ പത്രത്തെ കുറിച്ചും അതുപോലെ തന്നെ ഇന്നത്തെ മാധ്യമങ്ങളുടെ നല്ലതും ചീത്തയുമായിട്ടുള്ള വശങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചോളണം. അപ്പൊ നമുക്ക് കയ്യൊപ്പില്ലാത്ത സന്ദേശം എന്ന പാഠഭാഗത്തിലേക്ക് പോകാം. എന്താണ് ആശയം എന്നൊന്ന് മിസ് പറഞ്ഞുതരാം. വിനിമയ സാങ്കേതിക വിദ്യയുടെ സാധ്യതകളും സാങ്കല്പിക സംവേദനങ്ങളും പ്രമേയമാക്കിയ മലയാളത്തിലെ ആദ്യ നോവലാണ് എം മുകുന്ദന്റെ നൃത്തം എന്ന് പറയുന്ന നോവൽ. അപ്പോൾ ആദ്യത്തെ നോവലാണ് അല്ലെ, സാങ്കേതിക വിദ്യയെയും എല്ലാത്തിനെയും കുറിച്ച് പറയുന്ന ആദ്യത്തെ നോവലാണ് എം മുകുന്ദന്റെ നൃത്തം എന്ന് പറയുന്ന നോവൽ. രൂപത്തിലും ഭാവുകത്വത്തിലും വ്യത്യസ്തമായി അടയാളപ്പെടുത്തൽ നടത്തിയ ഒരു രചനയായിരുന്നു നമ്മുടെ നൃത്തം എന്ന് പറയുന്ന നോവൽ. അതുപോലെ തന്നെ സൈബർ ഇടത്തിന്റെ മായികാലോകത്തിൽ സ്വയം മറന്നു പോകുന്നവരുടെ ജീവിത അവസ്ഥകൾ ഇതിൽ ആവിഷ്കരിക്കുന്നു. പ്രതീതി വ്യക്തിത്വം, എന്തൊക്കെയാ മക്കളെ ഇതിൽ പറയുന്നത്? പ്രതീതി വ്യക്തിത്വം, അതുപോലെ തന്നെ പ്രതീതി സത്ത, അതായത് വെർച്വൽ ഒരു പേഴ്സണാലിറ്റി. അതായത് നമുക്ക് എന്താണ് ഇല്ല, അവിടെ അപ്പുറത്ത് ആരാന്ന് നമുക്കറിയില്ല, പക്ഷെ എന്താണ് ആരോ ഒരാൾ നമ്മളോട് ചാറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ട്. ഈ രീതിക്ക്, അതായത് നമുക്ക് അറിയാത്ത അവിടെ ഒരു പ്രതീതി വ്യക്തിത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരാൾ ഉണ്ട് എന്ന് നമുക്കറിയാം അല്ലെ. സൈബർ ലോകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻസ്റ്റയിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഒക്കെ നമുക്കറിയാത്ത ഒരു പടമൊക്കെ ആയിരിക്കും അക്കൗണ്ടിൽ ഉണ്ടാവുക, പക്ഷെ ഒരാൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അതുപോലെ തന്നെ ഇവ മുഖ്യ പ്രമേയമാക്കിയിട്ടുള്ള ഈ നോവൽ മലയാളത്തിലെ പ്രഥമ സൈബർ നോവലായിട്ട് കണക്കാക്കുന്നു. അപ്പൊ ഇതിനെയൊക്കെയാണ് മെയിനായിട്ട്, അതായത് പ്രതീതി വ്യക്തിത്വം അതുപോലെ തന്നെ പ്രതീതി സത്ത, ഇതിനെയാണ് ഈ ഒരു നോവൽ മുഖ്യ വിഷയമാക്കിയിട്ട് ചർച്ച ചെയ്യുന്നത്. 2 ലോകങ്ങൾ തമ്മിൽ നേരിട്ടല്ലാതെ നടക്കുന്ന ആശയവിനിമയമാണ് നൃത്തത്തിന്റെ പ്രമേയം. അതായത് 2 ലോകങ്ങൾ ഉണ്ടായിരിക്കും അവിടെ, ഒരാൾ അല്ലെ ചാറ്റ് ചെയ്യുന്ന 2 വ്യക്തികളുടെ 2 ലോകങ്ങളായിരിക്കും. ആ 2 ലോകങ്ങൾ തമ്മിൽ നേരിട്ടല്ലാതെ നടക്കുന്ന, കാരണം നേരിട്ടല്ല, അതിന്റെ ഇടയിൽ ഒരു മീഡിയേറ്റർ ഉണ്ട്, അതാണ് എന്ത് സൈബർ ലോകം അല്ലെങ്കിൽ നമ്മുടെ നവമാധ്യമം എന്ന് പറയുന്ന മീഡിയ അല്ലെ. ആ മീഡിയത്തിലൂടെയാണ് ഈ 2 ലോകങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. 2 ലോകങ്ങൾ തമ്മിൽ നേരിട്ടല്ലാതെ നടക്കുന്ന ആശയവിനിമയമാണ് നൃത്തത്തിന്റെ പ്രമേയം. ഒരിക്കലും നേരിട്ട് കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലാത്ത 2 പേർ ഇമെയിലിലൂടെ ആശയവിനിമയം നടത്തുന്നു. അവരുടെ മാധ്യമം മലയാളമല്ല. കമ്പ്യൂട്ടറുകൾക്ക് പിന്നിലെ അദൃശ്യ സ്ഥലമായ സൈബർ സ്പേസ് ആണ് അവരുടെ സ്ഥാനം. അപ്പോൾ ഇവര് 2 പേരും 2 ലോകത്താണ്, പക്ഷേ ഇവരെ കണക്ട് ചെയ്യുന്ന ഒരൊറ്റ ലോകം എന്ന് പറയുന്നത് എന്താണ്? അത് സൈബർ സ്പേസ് ആണ്. അപ്പൊ അവിടെ ഇവർ ചാറ്റ് ചെയ്യുന്ന മാധ്യമം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുന്നത് ഇമെയിലിൽ കൂടിയാണ് അവര് അല്ലെ സംസാരം അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുന്നത്. നോവലിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള ശ്രീധരന് ലഭിക്കുന്ന ഇമെയിലിൽ നിന്നാണ് നൃത്തം എന്ന നോവൽ ആരംഭിക്കുന്നത്. അഗ്നി എന്ന വിലാസത്തിൽ നിന്നാണ് സന്ദേശം വന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നും ഈ സന്ദേശം കിട്ടിയോ എന്നുള്ള കാര്യം അറിയിക്കണമെന്നുമാണ് ഇമെയിലിൽ ആദ്യം തന്നെ ആവശ്യം. അപ്പോൾ ഒരു ഇമെയിൽ വരുന്നതോടുകൂടെയാണ് ഈ കഥ ആരംഭിക്കുന്നതും. ആർക്കാണ്? നമ്മുടെ ശ്രീധരൻ എന്ന് പറയുന്ന ആൾക്കാണ് ഈ ഇമെയിൽ കിട്ടുന്നത്. ഒരു അഗ്നി എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്നാണ് ഈ ഒരു ഇമെയിൽ വരുന്നത്. അപ്പോൾ അവരുടെ ഭാഷ എന്ന് പറയുന്നത് മലയാളമല്ല, അവർ സംസാരിക്കുന്ന അല്ലെ ആശയവിനിമയം നടത്തുന്ന ഭാഷ മലയാളമല്ല. അപ്പൊ അതിൽ പറയുന്നുണ്ട് അല്ലെ, എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനുണ്ടെന്നും അല്ലെ, ഈ മെയിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് മറുപടി അയക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കഥ ആരംഭിക്കുന്നത്. എന്നിട്ട് എത്ര ആലോചിച്ചിട്ടും അഗ്നിയുടെ മുഖമോ അങ്ങനെ ഒരാളെ പരിചയപ്പെട്ടതിന്റെ ഓർമ്മയോ ശ്രീധരന്റെ മനസ്സിൽ തെളിഞ്ഞില്ല. പക്ഷെ ഒന്നുറപ്പാണ്, അഗ്നിക്ക് ശ്രീധരനെ അറിയാം. അഗ്നി എന്ന് പാശ്ചാത്യ ലോകത്ത് അറിയപ്പെടുന്ന ബാലകൃഷ്ണൻ എന്ന കളരി അഭ്യാസിയായിട്ടുള്ള നർത്തകന്റെ സന്ദേശമായിരുന്നു ആ ഒരു ഇമെയിൽ എന്ന് പറയുന്നത്. ബാലകൃഷ്ണൻ എന്ന് പറയുന്ന കളരി അഭ്യാസിയായിട്ടുള്ള ഒരാളുടെ ഒരു മെയിലായിരുന്നു വന്നിരിക്കുന്നത്. അങ്ങനെ അഗ്നി അയക്കുന്ന സന്ദേശത്തിലൂടെ നോവലിന്റെ ആഖ്യാനം തുടരുന്നു. ശ്രീധരന് പ്രതികരിക്കാൻ തുടങ്ങിയതോടെ പതിവായി വരുന്ന കത്തുകളിലൂടെ വായനക്കാരൻ അഗ്നിയെ അറിയുന്നു. സൈബർ ലോകത്തിലെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള ഒരു വസ്തുത കൂടി ഇവിടെ നോവലിസ്റ്റ് ചൂണ്ടിക്കാണിക്കുന്നു. ഈ സന്ദേശം അയച്ചത് ഭൂമിയുടെ അങ്ങേപ്പുറത്തുള്ള കാലിഫോർണിയയിലെ സിലിക്കൺ വാലിയിൽ നിന്നോ തൊട്ടടുത്ത വീട്ടിൽ നിന്നോ ആവാം. ഇതിലൊരു കാര്യം പറയുന്നുണ്ട്. ഒന്നെങ്കിൽ ഇതെന്താണ്, നമ്മുടെ ഭൂമിയുടെ അറ്റത്തുള്ള എവിടെയാണ്
കാലിഫോർണിയയിലെ സിലിക്കൺ വാലിയിലോ അതുപോലെ തന്നെ വീടിന്റെ തൊട്ടടുത്ത് നിന്നോ അല്ലെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ആവാം. അപ്പൊ അതിനർത്ഥം അല്ലെ എവിടെ നിന്നും നമുക്ക് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാധ്യമമാണ് ഏത് സൈബർ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ ഹോട്ട്മെയിൽ വിലാസം കൂടി അല്ലെ ക്രിയേറ്റ് ചെയ്തതോടെ ശ്രീധരന്റെ ദിനചര്യകൾ ആകെ മാറി. അങ്ങനെ അത്രയും കാലം എന്താണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എല്ലാം നല്ല രീതിക്ക് പോയപ്പോൾ ഇങ്ങനെ ഒരു കത്ത് വന്നതിന് ശേഷം അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളോട് പരിചയപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ജീവിതം മൊത്തത്തിൽ എന്താണ് താളം തെറ്റുകയാണ് അല്ലെങ്കിൽ മാറിപ്പോവുകയാണ്. ഉറക്കമുണർന്നാൽ ഉടനെ വളരെ യാന്ത്രികമായി കമ്പ്യൂട്ടറിന്റെ മുന്നിലെത്താനും ആദ്യം സന്ദേശങ്ങളും പിന്നീട് വാർത്തകൾ നോക്കാനും തുടങ്ങി. അങ്ങനെ യാന്ത്രികമായിട്ട് എന്നുള്ളൊരു ശീലം പോലെ അദ്ദേഹം ഉറക്കം എഴുന്നേറ്റാൽ യാന്ത്രികമായി എന്താണ് കമ്പ്യൂട്ടറിന്റെ മുന്നിലേക്ക് പോയി പോകും. നമ്മൾ എണീറ്റാൽ ആദ്യം ഫോൺ നോക്കുന്നത് പോലെ തന്നെ അതിന് നമ്മുടെ ശ്രീധരൻ അടിമയായി കഴിഞ്ഞു അല്ലെ, കമ്പ്യൂട്ടറിന് അടിമയാക്കി കഴിഞ്ഞു. കുട്ടിക്കാലം മുതലുള്ള പല ശീലങ്ങൾക്കും മാറ്റം സംഭവിച്ചു. ഇന്റർനെറ്റ് കണക്ഷൻ അയാളെ വിശ്വാസ പ്രമാണങ്ങളെ ആകെ തകിടം മറച്ചു. അഗ്നിയിൽ നിന്നും മറുപടി ലഭിക്കാത്തതിൽ അയാൾ ചിലപ്പോഴൊക്കെ നിരാശനായി. അഗ്നിയുടെ പേരിൽ അയച്ച സന്ദേശം വഴി തന്നെ ആരോ വിഡ്ഢിയാക്കുകയാണെന്ന് പലപ്പോഴും അദ്ദേഹം സംശയിച്ചു. മനസ്സിലുണ്ടായ അസ്വസ്ഥതകൾ നിമിത്തം അയാൾ സൈബർ സ്പേസിലൂടെ അലഞ്ഞു തിരിഞ്ഞു. അയാളുടെ ആ ഒരു ആരാന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് അയാൾ പലയിടങ്ങളിലൂടെയും അലഞ്ഞു തിരിഞ്ഞു നടന്നു അല്ലെ. ഒഴിവു ദിവസങ്ങളിൽ ഏറെ സമയവും കമ്പ്യൂട്ടറിന് മുന്നിൽ തന്നെ ചിലവിട്ടു. പല സൈറ്റുകളിൽ കയറിയിറങ്ങി മടുത്തു. പുതുതായി തുടങ്ങിയ ഒരു സെർച്ച് എഞ്ചിൻ വഴി പരതൽ തുടർന്നു. പോസ്റ്റ് മോഡേണിസം എന്ന് കണ്ട തലക്കെട്ടിൽ ക്ലിക്ക് ചെയ്തു. 4 പേജിന്റെ പ്രിന്റ് എടുത്ത് ചുരുട്ടി ചവറ്റുകൊട്ടയിലിട്ടു. തനിക്ക് ആവശ്യമില്ലാത്തതാണ് കൂടുതലും നെറ്റിൽ നിന്ന് കിട്ടുന്നതെന്നും തിരിച്ചറിഞ്ഞ ശ്രീധരൻ തിരികെ മെയിലിലെത്തുമ്പോൾ അവിടെ അഗ്നിയുടെ മറുപടി അയാൾക്കായി കാത്തു കിടക്കുന്നുണ്ടായിരുന്നു. ലോകത്തിന്റെ ഏത് കോണിലും സ്വന്തം വിലാസം സ്ഥാപിച്ചെടുത്തുകൊണ്ട് സ്ഥലകാലബോധം മായ്ച്ചു കളയുകയാണ് ഓരോ മെയിൽ വിലാസവും ചെയ്യുന്നത് അല്ലെ. എന്താ ചെയ്യുന്നത്? അതായത് ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് വരെ എന്താണ് നമുക്കൊരു വിലാസം സ്ഥാപിക്കാം അല്ലെ. നമുക്ക് സ്വന്തമായിട്ട് ഇന്ന സ്ഥലത്താന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എന്ത് ആളുകളെ വിഡ്ഢിയാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇല്ലേ നമ്മുടെ ഈ ഒരു സൈബർ ലോകം എന്ന് പറയുന്നത്. എവിടെ നിന്ന് വേണമെങ്കിലും ആണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരാൾക്ക് കത്തയക്കാൻ പറ്റും. കത്തുകൾക്കും കോളുകൾക്കും അപ്പുറം മറ്റൊരു സംവേദനശീലം സ്വന്തമായപ്പോൾ അതിൻ്റെ ഇന്ദ്രജാലത്തിൽ സ്വയം നഷ്ടപ്പെട്ടു പോയ പ്രതിനിധിയാണ് ശ്രീധരൻ. അതായത് അത്രയും കാലം അദ്ദേഹം മറ്റുള്ളവർക്ക് ആശയവിനിമയം നടത്തിയത് കത്തുകളും കോളുകളിലൂടെയായിരുന്നു. എന്നാൽ ഈ ഒരു ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി അദ്ദേഹത്തെ തന്നെ മറന്നുപോയി. അങ്ങനെയുള്ള ആളുകളുടെ പ്രതിനിധിയാണ് ആര്? നമ്മുടെ ശ്രീധരൻ. കേരളത്തിൽ ജനിച്ച ബാലകൃഷ്ണൻ യൂറോപ്പിലെ നവീന നൃത്ത മണ്ഡലത്തിൽ അഗ്നി എന്നാണ് അറിയപ്പെടുന്നത്. നൃത്തസംഘം തകർന്നതോടെ യൂറോപ്പ് വിട്ട അയാൾ US-ൽ എത്തി. ഇപ്പോൾ എയ്ഡ്സ് രോഗിയാണ്. തൻ്റെ വീട്, അച്ഛനമ്മമാർ, ബാല്യകാല സഖി, വിദ്യാഭ്യാസകാലം, ജീവിത അനുഭവങ്ങൾ എന്നിവയുടെ ഏകദേശ ചിത്രമല്ലാതെ മറ്റൊന്നും അഗ്നി നൽകുന്നില്ല. അപ്പോൾ എല്ലാത്തിനെ കുറിച്ചും ചെറിയൊരു കാര്യം, തൊട്ടും തൊടാതെയും ചെറിയ കാര്യങ്ങൾ മാത്രമേ അഗ്നി ആരോട് പങ്കുവെക്കുന്നുള്ളൂ? ശ്രീധരനോട് പങ്കുവെക്കുന്നുള്ളൂ. ശ്രീധരൻ ജീവിച്ചിരിക്കുന്ന ഇന്ത്യൻ നഗരമോ അഗ്നിയുടെ യൂറോപ്യൻ നഗരമോ കേരളീയ ഗ്രാമമോ എവിടെയാണെന്ന് നോവലിസ്റ്റ് ഒരിക്കലും വെളിപ്പെടുത്തിയിട്ടില്ല. അതായത് നമ്മുടെ ശ്രീധരൻ ജീവിക്കുന്നതാണ് എങ്കിലും അഗ്നി ജീവിക്കുന്ന സ്ഥലമാണെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമ്മുടെ എഴുത്തുകാരൻ മുകുന്ദൻ പോലും എന്താണ് എവിടെയും പരാമർശിക്കുന്നില്ല. കാരണം ശ്രീധരനും ബാലകൃഷ്ണനും ഒക്കെ നമുക്കിടയിൽ തന്നെ ഉള്ളവരായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വിമാനത്തിലിരുന്ന് തയ്യാറാക്കിയാണ് അഗ്നി തന്റെ ജീവിതകഥ പലപ്പോഴുമൊക്കെ ശ്രീധരന് അയച്ചുകൊണ്ടിരുന്നത്. തന്റെ ഓട്ടോഗ്രാഫ് ആവശ്യപ്പെട്ട ശ്രീധരന് അവസാനത്തെ മെയിലിൽ ഒരു കമ്പ്യൂട്ടർ ഗ്രാഫിക് ഹാസ്യചിത്രം അയച്ചുകൊടുത്ത് അയാൾ സൈബർ സ്പേസിൽ മായുന്നു അല്ലെ. എന്താണ് ഫോട്ടോ ചോദിച്ച സമയത്ത് അദ്ദേഹം എന്താണ് ഒരു കമ്പ്യൂട്ടർ വഴി ഗ്രാഫിക് ഹാസ്യചിത്രം, ഒരു തമാശ കാർട്ടൂൺ ചിത്രം അദ്ദേഹത്തിന് അയച്ചു കൊടുത്ത് അതിനുശേഷം പിന്നീട് അദ്ദേഹം എന്താ ചെയ്യാണ് അല്ലെ, പിന്നീട് അദ്ദേഹം കത്തുകളൊന്നും അയക്കുന്നില്ല. നമ്മുടെ ആ എന്താണ് സൈബർ സ്പേസിൽ തന്നെ ഇല്ലാതായി മാറുകയാണ്. വീടോ നാടോ ഇല്ലാത്ത വെറും ഒരു ഇമെയിൽ വിലാസം മാത്രമാണ് താനെന്നും തനിക്കൊരു കയ്യൊപ്പ് പോലും ഇല്ല എന്നും അവസാനത്തെ മെയിലിൽ അഗ്നി എഴുതുന്നു. അതായത് എനിക്കെന്താണ് ഒരു വീടോ മേൽവിലാസമോ ഇല്ല, എന്തിന് തനിക്കൊരു എന്താണ് കയ്യൊപ്പ് പോലും ഇല്ല എന്നാ പറയുന്നത്. അതാണ് ഇവിടെ ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് കയ്യൊപ്പില്ലാത്ത സന്ദേശം എന്ന് പറയുന്നത്. കയ്യൊപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ ഐഡന്റിറ്റിയാണ്. അപ്പോൾ ഇവിടെ എന്താണ് വ്യക്തിത്വം ഇല്ല ആളുകൾക്ക് എന്നതിനെ കൊണ്ട് സൂചിപ്പിക്കുന്നതാണ് കയ്യൊപ്പില്ലാത്ത സന്ദേശം. അതായത് ഇന്നത്തെ കമ്പ്യൂട്ടർ യുഗത്തിൽ അല്ലെങ്കിൽ എന്താണ് ഇന്നത്തെ സൈബർ സ്പേസ് യുഗത്തിൽ ആളുകൾക്ക് എന്താണ് കൃത്യമായിട്ടൊരു വ്യക്തിത്വം ഇല്ല, അല്ലെങ്കിൽ എന്താണ് അപ്പുറത്തൊരു വ്യക്തിത്വത്തിന്റെ ആവശ്യമില്ല ഇത് ഉപയോഗിക്കാൻ എന്നതുകൂടെയാണ് കയ്യൊപ്പില്ലാത്ത സന്ദേശം എന്നതിലൂടെ സൂചിപ്പിക്കുന്നത്.
അങ്ങനെ എന്താണ് അഗ്നിയുടെ സത്ത തന്നെ നോവലിൽ ഒരു പ്രഹേളികയാണ്. ശ്രീധരനും അഗ്നിയുമായുള്ള ആശയവിനിമയം യാഥാർത്ഥ്യവും പ്രതീത യാഥാർത്ഥ്യവും തമ്മിലുള്ള മുഖാമുഖമാണ്. അതായത് ഇതിലെന്താണ് ശ്രീധരൻ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്, എന്നാൽ നമ്മുടെ എന്താ പറയുന്നത് ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് അവിടെ എന്താണ് ഒരു വെർച്വൽ റിയാലിറ്റിയാണ്. ഉണ്ടെന്ന് പറയാം, ഇല്ലാന്നും പറയാം. അപ്പോൾ യാഥാർത്ഥ്യവും വെർച്വൽ റിയാലിറ്റിയും തമ്മിലുള്ള എന്താണ് ഒരു മുഖാമുഖമാണ് ഈ ഒരു കഥ എന്ന് പറയുന്നത്, ഈ ഒരു നോവൽ എന്ന് പറയുന്നത്. അങ്ങനെ എന്താണ് കാക്കക്കറുപ്പനായ അഗ്നിയുടെ കറുപ്പും വെളുപ്പുമായ ചിത്രത്തിലാണ് നോവൽ അവസാനിക്കുന്നത്. പ്രതീതിയായി നിൽക്കുമ്പോഴും യാഥാർത്ഥ്യമായി അനുഭവപ്പെടുന്ന സൈബർ ഇടത്തിന്റെ മായികാലോകത്തെ ഈ കറുപ്പും വെളുപ്പും ദൃശ്യവൽക്കരിക്കുന്നു. അതായത് ഇതിൽ പറയുന്നുണ്ട് അഗ്നിയുടെ കറുപ്പും വെളുപ്പുമായിട്ടുള്ള ഹാസ്യചിത്രം എന്നാ പറയുന്നത്. അതായത് കാക്കക്കറുപ്പനാണ് ആര്, നമ്മുടെ അഗ്നി, പക്ഷെ അവിടെ ഒരു വെളുപ്പും കൂടെ അടങ്ങിയിട്ടുള്ള ചിത്രമാണ് അയക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെയാണ്, അതായത് ആളുകൾ തങ്ങളുടെ വ്യക്തിത്വത്തെ മറച്ചു വെച്ചുകൊണ്ട് പലരെയും പറ്റിക്കുന്നു, അതുപോലെ തന്നെ പലരും എന്താണ് ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ വീഴുന്നു എന്നൊക്കെ കാണിക്കുകയാണ് ഇവിടെ അഗ്നിയെ കറുപ്പും വെളുപ്പുമായിട്ടുള്ള ഹാസ്യചിത്രം എന്നതിലൂടെ. നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെ, നമ്മുടെ ഇന്നത്തെ കാലത്തെ കുറിച്ച് ആലോചിച്ചാൽ തന്നെ ഈ ഒരു ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും എഴുതാം. ഒരുപാട് ആളുകൾ ഇന്നെന്താണ് സോഷ്യൽ മീഡിയകളിലൊക്കെ പറ്റിക്കപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് തന്നെയാണ് ഈ ഒരു നോവലിൽ ചർച്ച ചെയ്യുന്നത്. ഇനി ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ നോക്കാം. കയ്യൊപ്പില്ലാത്ത സന്ദേശം എന്ന തലക്കെട്ട് ആ ഭാഗത്തിന് എത്രത്തോളം അനുയോജ്യമാണ്? അപ്പൊ നിങ്ങൾ പറഞ്ഞോളണം അല്ലെ, ഒരു കയ്യൊപ്പ് എന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തിത്വമാണ്. അപ്പൊ കയ്യൊപ്പില്ലാത്ത സന്ദേശം എന്ന് പറയുന്നത് ഇന്നത്തെ സൈബർ ലോകത്ത് ആളുകൾക്ക് ഐഡന്റിറ്റിയുടെ ആവശ്യമില്ല മറ്റൊരാളോട് അല്ലെ ആശയവിനിമയം നടത്താൻ. കമ്മ്യൂണിക്കേഷന് എന്താണ് ഒരു കയ്യൊപ്പിന്റെയോ അല്ലെങ്കിൽ എന്താണ് ഒരു കൃത്യമായിട്ടുള്ള ഐഡന്റിറ്റിയുടെയോ ആവശ്യമില്ല എന്ന് സൂചിപ്പിക്കുകയാണ് കയ്യൊപ്പില്ലാത്ത സന്ദേശം എന്ന തലക്കെട്ടിലൂടെ. നമുക്ക് എങ്ങനെ എഴുതാം? മലയാള നോവൽ സാഹിത്യ ചരിത്രത്തിൽ രൂപത്തിലും ഭാവത്തിലും വ്യത്യസ്തത അടയാളപ്പെടുത്തിയ നോവലാണ് എം മുകുന്ദന്റെ നൃത്തം. ഈ രീതിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കരികിൽ കരുതുക. ഒരിക്കലും നേരിട്ട് കാണുകയോ ടെലിഫോണിൽ സംസാരിക്കുകയോ പോലും ചെയ്യാത്ത രണ്ടുപേർ തമ്മിൽ മെയിൽ സന്ദേശത്തിലാണ് നോവൽ ആരംഭിക്കുന്നത്. അദൃശ്യ സ്ഥലമായ സൈബർ സ്പേസ് ആണ് ഇമെയിൽ സന്ദേശത്തിന്റെ ഇടം. അഗ്നി എന്നും ശ്രീധരൻ എന്നും കഥാപാത്രങ്ങൾക്ക് പേര് നൽകിയിട്ടുണ്ടെങ്കിലും പേര് സൂചിപ്പിക്കുന്ന സ്വത്വമോ, സ്വത്തെന്ന് വെച്ചാൽ ഒരു ഐഡന്റിറ്റി അല്ലെ, പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു സ്വത്വമോ രണ്ട് വിലാസങ്ങളോ അവർക്കില്ല, രണ്ടുപേർക്കുമില്ല. അവർ ഒരു വെറും ഇമെയിൽ മാത്രമാണ് താനെന്ന് അഗ്നി പറയുന്നുണ്ട്. ജീവിത യാഥാർത്ഥ്യത്തിൽ നിന്നും ഭിന്നമായ അനുഭവമാണത്. ഉണ്ടെന്ന് തോന്നിപ്പിക്കുക, അതാണ് വെർച്വൽ റിയാലിറ്റി. അവിടെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുക, എന്നാൽ ഉണ്ടോ ഇല്ലതാനും. അപ്പോൾ ഒരു കത്തിനുമേൽ കയ്യൊപ്പ് ചാർത്തുമ്പോൾ അതിന് സ്വന്തമാകുന്ന വൈകാരികതയും വിശ്വാസ്യതയും ഇമെയിലിനില്ല. അപ്പോൾ ഇതാണ് കയ്യൊപ്പില്ലാത്ത സന്ദേശം എന്ന് പറയുന്നത്. ഒരു എന്താണ് കയ്യൊപ്പ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിത്വമാണ്, സ്വത്വമാണ്. എന്നാൽ ഇവിടെ കയ്യൊപ്പില്ല എന്ന് പറയുന്നതിലൂടെ ഇമെയിൽ അയക്കാൻ എന്താണ് ഒരു ഐഡന്റിറ്റി, ഒരു വ്യക്തിത്വം ആവശ്യമില്ല. അപ്പുറത്തുള്ള ആള് യാഥാർത്ഥ്യമാണോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമല്ലേ എന്നുള്ളൊരു ചോദ്യചിഹ്നം തന്നെയാണ് നമുക്ക് എന്താണ് സൈബർ ലോകത്ത് കാണാൻ പറ്റുന്നത്. ആ ഒരു യാഥാർത്ഥ്യത്തെയാണ് കയ്യൊപ്പില്ലാത്ത സന്ദേശം എന്ന് പറയുന്ന ഈ ഒരു തലക്കെട്ട് കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിക്കൊള്ളാം. ഓക്കെ, അങ്ങനെ എന്താണ് നമുക്ക് അതൊരു യഥാർത്ഥമായി അനുഭവപ്പെടുമ്പോഴും ഇന്റർനെറ്റിൽ നിലനിൽക്കുന്ന പ്രതീതി എന്നത് അല്ലെ, ഈ ഇന്റർനെറ്റിൽ എപ്പോഴും എന്താണ് ഇങ്ങനെ യഥാർത്ഥമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി വേണ്ട എന്നതുകൊണ്ടാണ് കയ്യൊപ്പില്ലാത്ത സന്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു തലക്കെട്ട് ഇതിനിട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുക. ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ എഴുതിയത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ ഇത്ര നിങ്ങൾ ആലോചിച്ചാൽ മതി. അതായത് നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മൾ ഒരു കത്തിലൊക്കെ ഒപ്പിടുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മൾ എഴുതിയാന്നുള്ളത് അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാ. പക്ഷേ ഇന്നത്തെ ഇന്റർനെറ്റിൽ ഏതെങ്കിലും നമുക്ക് കയ്യൊപ്പിന്റെ ആവശ്യമുണ്ടോ? അല്ലെ, ഇൻസ്റ്റയിൽ തന്നെ എന്തോരം ഫേക്ക് ഐഡികൾ ഉണ്ട്. അപ്പൊ അവിടെ എന്താണ് നമുക്ക് ഒരു നമ്മുടെ ഐഡന്റിറ്റി അവിടെ വ്യക്തമാക്കേണ്ട ആവശ്യമില്ല. അവിടെ നമ്മൾ എന്താണ് ഉണ്ടോ ഇല്ലേ, നമ്മൾ ആരാന്ന് പോലും അവിടെ നമ്മൾ വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു വ്യക്തിത്വം ഇല്ലാത്ത ഒരു ഇടമാണ് സൈബർ സ്പേസ് എന്നതുകൊണ്ടാണ് കയ്യൊപ്പില്ലാത്ത സന്ദേശം എന്ന് പറയുന്നത്. മെയിലിന് അതിന്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിയേ. ഓൺലൈൻ വിദ്യാഭ്യാസം സാർവത്രികമായിരിക്കുന്ന സാഹചര്യത്തിൽ സൈബർ സാധ്യതകളുടെ ദുരുപയോഗത്തിൽ കുട്ടികൾക്ക് ഉണ്ടാകേണ്ട ജാഗ്രത എത്രത്തോളമാണ്? ഈ രീതിക്കൊക്കെ ആയിരിക്കും 8 മാർക്കിന് ചോദ്യം ചോദിക്കുക. അതായത് നമുക്കറിയാം എന്താണ് സൈബർ സ്പേസ് അല്ലെങ്കിൽ സൈബർ ലോകം എന്ന് പറയുന്നത് അത്രത്തോളം എന്താണ് ഈ വാരിക്കുഴി പോലെ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഒരുപാട് കെണികളുള്ള ഒരു ലോകമാണ്. അവിടെ കുട്ടികൾക്ക് വേണ്ട ജാഗ്രത എന്താണ്? ഈ രീതിക്ക് ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ എന്തായാലും മാധ്യമത്തെക്കുറിച്ച് ഈ രീതിക്ക് എന്തായാലും ചോദ്യം വരും, നമ്മൾ ജാഗ്രത വേണ്ടതിനെ കുറിച്ചിട്ട്. അപ്പൊ നിങ്ങൾ എഴുതിക്കൊള്ളണം. സമകാല പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിന്റെ ഭാഗമായി ഓൺലൈൻ വിദ്യാഭ്യാസം ഇന്ന് സാർവത്രികമാണ്. അല്ലെ, ഇന്ന് നമുക്കൊക്കെ അറിയാം, ഇന്ന് എല്ലാവരും ഓൺലൈൻ വിദ്യാഭ്യാസത്തിലാണ്.
അറിവ് കൈമാറ്റം ചെയ്യുന്നതിനും സ്വീകരിക്കുന്നതിനും സാംശീകരിക്കുന്നതിനും ഉണ്ടാകേണ്ട പുതിയ രീതികൾ വിദ്യാഭ്യാസത്തിന് നവപരിവേഷമാണ് നൽകുന്നത്. സൈബർ സങ്കേതങ്ങൾ കൂടുതലായി ഉപയോഗിക്കുമ്പോൾ ചില വ്യക്തികളിൽ വികാര വ്യവഹാര പ്രശ്നമുണ്ടാകും. ഇവയുടെ അമിത ഉപയോഗം വ്യക്തിയിൽ എന്ന പോലെ കുടുംബത്തിലും പ്രയാസങ്ങൾ സൃഷ്ടിക്കും. ഇതൊക്കെ എഴുതി പഠിച്ചോളണേ മക്കളെ. ചിലരെങ്കിലും ഈ ഉപകരണങ്ങൾക്ക് വിധേയരാവുകയും സന്ധിയിൽ എത്തിച്ചേരുകയും ചെയ്യും. ഇന്റർനെറ്റ് ദുരുപയോഗം ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നു. സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന മേഖല തന്നെ ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ വരുന്നത് കൊണ്ട് ഇന്ന് സൈബർ കുറ്റകൃത്യങ്ങൾ എന്നൊരു നിയമം തന്നെ ഇന്ന് നിലവിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൈബർ കുറ്റകൃത്യങ്ങൾ എന്നൊരു മേഖല ഇന്ന് നിലവിലുണ്ട്. ഏതെങ്കിലും വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ മാനഹാനി വരുത്തുന്ന വാർത്തകളോ വിവരങ്ങളോ ചിത്രങ്ങളോ ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിക്കുന്നത് ഇന്ന് കുറ്റകരമാണ്. മറ്റുള്ളവരുടെ സൈറ്റുകളിലും ഇമെയിലിലും അക്കൗണ്ടിലും കടന്നു കയറുക, പിന്നെ അതുപോലെ തന്നെ ഫോട്ടോകളിൽ കൃത്രിമം കാണിക്കുക, അശ്ലീല ചിത്രങ്ങൾ കൈമാറുക, സൂക്ഷിക്കുക, ലൈംഗിക ചൂഷണം നടത്തുക, ജാതി മത വൈരാഗ്യം ഉണ്ടാക്കുന്ന വ്യാജ സന്ദേശങ്ങൾ രൂപപ്പെടുത്തുകയോ പങ്കുവെക്കുകയോ ചെയ്യുക, ഇന്റർനെറ്റിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ തൻ്റെ തന്നെ രീതിയിൽ അവതരിപ്പിക്കുക തുടങ്ങിയ സൈബർ കുറ്റകൃത്യങ്ങൾ ഇതൊക്കെ സൈബർ കുറ്റത്തിന്റെ പരിധിയിൽ വരും. ഇതൊക്കെ നിങ്ങൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം കുട്ടികൾ ഇന്ന് ഒരുപാട് ഇന്റർനെറ്റ് ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ പറയണം നമ്മുടെ സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്ന ഒരു മേഖല തന്നെ ഇന്ന് വന്നിട്ടുണ്ട്. എന്താണ് സൈബർ കുറ്റകൃത്യങ്ങൾ, അതിൽ എന്തൊക്കെയാണ് പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതൊന്ന് വിശദീകരിക്കുക. എന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് പാരഗ്രാഫ് ആക്കി എഴുതുക. സൈബർ കുറ്റങ്ങൾക്ക് ഏറെയും ഇരയാകുന്നത് പെൺകുട്ടികളാണ്. നേരിട്ട് കാണുകയോ അറിയുകയോ ചെയ്യാത്ത സൗഹൃദങ്ങൾ വൈകാരികതയുടെ ദൃഢതയില്ലെന്ന് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. മറഞ്ഞു നിന്ന് പറയുന്ന സ്വരം കൃത്രിമമല്ലെന്ന് നമുക്ക് ഉറപ്പിക്കാനാവില്ല. ജനജീവിതത്തെ സാരമായി ബാധിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് അകന്ന് കേവല കൗതുകങ്ങളിൽ അഭിരമിക്കുന്ന സംസ്കാരം പുരോഗമനപരമല്ല. അതിനെ പരിപോഷിപ്പിക്കാൻ പാടില്ല. സൈബർ അടിമത്തം പ്രതിരോധിക്കപ്പെടേണ്ടതുണ്ട്. അതായത് നമ്മൾ സൈബർ സ്പേസിൽ ഒരു അടിമയെ പോലെ ഇന്ന് എല്ലാവരും മാറിക്കഴിഞ്ഞു. ആ ഒരു അടിമത്തം ഇന്ന് നമ്മൾ മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ലാഭേച്ഛകളും തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. മോർഫിംഗ്, ഹാക്കിംഗ് പോലുള്ള ചതിവിടങ്ങൾ മറഞ്ഞിരിക്കുന്ന വിനിമയ സാങ്കേതിക വിദ്യയെ ജനാധിപത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉന്നമനത്തിന്റെയും ഊർജ്ജദായനികളായി രൂപപ്പെടുത്താൻ കഴിയണം. സാധ്യതകളുടെ ഈ വലിയ ലോകത്തെ ഇനി നമുക്ക് ഉപേക്ഷിക്കാനാവില്ല. കാരണം ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ മനസ്സിലാക്കി അതിന്റെ നല്ല വശം പ്രയോജനപ്പെടുത്താനായിരിക്കണം നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. അല്ലാത്തതിനെ നമ്മൾ രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും നേരിട്ട് ഇല്ലാതാക്കണം. അതുപോലെ തന്നെ നമ്മൾ അതിന്റെ മോശവശങ്ങൾ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ പെൺകുട്ടികളും കൃത്യമായിട്ട് തന്നെ അവർക്ക് ബോധവൽക്കരണം നടത്തേണ്ടത് അത്യാവശ്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുതിക്കൊള്ളണം. സൂക്ഷ്മതയോടെയും വിമർശന ബുദ്ധിയോടെയും അതിനെ കൈകാര്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കുട്ടികൾ ബോധമുള്ളവരാവുക എന്നതാണ് ഇതിനുള്ളൊരു മാർഗം. അവരെ ബോധവാന്മാരാക്കുക, അവരെ ഇതിൽ നിന്നും അവരെ തിരിച്ചറിയിപ്പിക്കുക. ഇത് ഇന്ന തെറ്റാണ്, ഇന്നതാണ് ശരി, അതിൻ്റെ നല്ല വശങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് സാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. ഈ രീതിയിലായിരിക്കും നിങ്ങൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഈ ഒരു പാഠഭാഗത്ത് നിന്ന് പഠിക്കേണ്ടത്. അപ്പോൾ പാഠഭാഗത്തിന്റെ ആശയം ഒന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നവമാധ്യമങ്ങളുടെ ദുരുപയോഗത്തെക്കുറിച്ചും അതിൽ കുട്ടികൾക്ക് വേണ്ട ജാഗ്രതയെക്കുറിച്ചിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് എഴുതി തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് മാക്സിമം വരുന്ന ചോദ്യങ്ങൾ ഈ രീതിയിലായിരിക്കും. നമുക്കൊരു മറ്റൊരു പാഠഭാഗവുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ.